വിശദമായ വാർത്തകളിലേക്ക്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് തുടക്കം. ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. കേരളീയ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കേരള വിഷന് കഴിഞ്ഞുവെന്ന് സ്പീക്കർ പറഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരം വഴുതക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്റർ വേദിയായി. സംസ്ഥാനത്തെ സേവന രംഗത്ത് കേബിൾ ടി വി 35 വർഷം പിന്നിടുന്ന വേളയിലാണ് 14ാമത് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിക്ക് കേബിൾ മേഖലയിൽ കടന്നുവരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും അതിന്റെ നല്ല വശങ്ങൾ സ്വീകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ചുരുങ്ങിയ കാലം കൊണ്ട് 50,000 പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമായി ഇത് മാറി. ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇങ്ങനെ തന്നെ നിന്നിട്ടില്ല സംഗതി പോക്കാണ്. ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾ ഒലിച്ചു പോകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും അപകടം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാ മേഖലയിലും കടന്നു വരുന്നു, എല്ലാ സെക്ടറിനകത്തും. അത് കടന്നു വരാൻ നിങ്ങളുടെ മേഖലയിൽ സാധ്യതയുണ്ടോ നിങ്ങൾ പരിശോധിക്കണം. നല്ല വശങ്ങൾ സ്വീകരിക്കാം. എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാത്തിലും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞ പോലെ എല്ലാത്തിലും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ടാവും. മെറിറ്റ്സ് സ്വീകരിക്കുന്നത് തെറ്റില്ല. നല്ല വശങ്ങൾ സ്വീകരിക്കാം. നല്ല വശങ്ങൾ വരുമ്പോൾ ചീത്ത വശം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതിനകത്ത് നിങ്ങൾ ഏറ്റവും ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം, ഈ മേഖലയിൽ ഇത് കടന്നു വരാൻ സാധ്യതയുണ്ടോ? കൺവെൻഷനിൽ ഡിജിറ്റൽ കേബിൾ ടി വി, ബ്രോഡ്ബാൻഡ് മേഖലയിലെ ഭാവി സാധ്യതകളും പ്രതിസന്ധികളും സർക്കാർ നയങ്ങളും ഗൗരവമായി ചർച്ച ചെയ്യും. കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സഹപ്രവർത്തകർക്കും MD ഉൾപ്പെടെയുള്ളവർക്കും അനുശോചനം അറിയിച്ചു തുടങ്ങിയ കൺവെൻഷന്റെ ഉദ്ഘാടന പരിപാടിയിൽ COA സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ആന്റണി രാജു MLA അധ്യക്ഷനായി. തുടർന്ന് മികച്ച അവതാരകനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് നേടിയ കേരള വിഷൻ ന്യൂസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ ആദരിച്ചു. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ നന്ദി രേഖപ്പെടുത്തി. സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, COA വൈസ് പ്രസിഡന്റ് രാജ് മോഹൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, COA ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കിടങ്ങറ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ ധർണാ സമരവുമായി CPIM പ്രവർത്തകർ. വേഴപ്ര 10, 11, 12 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, കുടിവെള്ളം വിതരണം ചെയ്യാതെ വെള്ളക്കരം പിരിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അധികാരികളുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, ഓഫീസിൽ ഇരുന്ന് ബില്ല് എഴുതുന്ന രീതി അവസാനിപ്പിക്കുക. വേഴപ്ര 10, 11, 12 വാർഡുകളിലെ അഞ്ചുമനയ്ക്കൽ പാടശേഖരത്തിന് നടുവിലും പുറംബണ്ടിലും തെക്കേച്ചിറ, കോട്ട, കുരിശടി തുടങ്ങിയ പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, കുടിവെള്ളം നൽകാതെ വെള്ളക്കരം പിരിക്കുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM വേഴപ്ര തെക്ക് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. CPIM രാമങ്കരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് D സലീംകുമാർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് പ്രധാന കാരണം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കാത്തവർക്കും ഭീമമായ ബില്ലുകൾ നൽകി ദ്രോഹിക്കുകയാണ് വാട്ടർ അതോറിറ്റി എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.
വീടുകളിൽ ഹൗസ് കണക്ഷൻ കൊടുത്തിട്ട് ഒരു തുള്ളി വെള്ളം പോലും വരാത്ത അവസ്ഥയുണ്ട്. ഹൗസ് കണക്ഷൻ കൊടുത്ത് മാസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ബില്ല് വരിക 2000 രൂപ, 10000 രൂപ, പല ബില്ലുകളായി ബില്ലുണ്ട്. പക്ഷേ അവരൊരു കുടം വെള്ളം പോലും ആ കൺസ്ട്രക്ഷനിൽ നിന്ന് ഉപയോഗിച്ചിട്ടില്ല. ആ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് ഈ ബില്ല് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി വന്നു കഴിഞ്ഞാലോ പൈസ അടയ്ക്കാനാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുക. ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ 45 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ വർഷം ഹൗസ് കണക്ഷൻ ഈ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. ഇതുവരെ LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 45 ലക്ഷം കുടുംബങ്ങൾക്ക് കണക്ഷൻ കൊടുത്തു. പക്ഷേ കുട്ടനാട്ടിലെ കണക്ഷൻ്റെയൊക്കെ സ്ഥിതി ഇതാണ്. കൊടുത്ത പല കണക്ഷനിലും വെള്ളം വരുന്നില്ല. കഴിഞ്ഞ ദിവസം മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അനാസ്ഥ ഈ കാര്യത്തിൽ ഉണ്ടെന്നുള്ള കാര്യം തർക്കമില്ല. 13-ാം വാർഡിലെ വെള്ളത്തിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടത്തുക ഓഫീസിൽ പോയതാണ്. അവിടെ പോയി സംസാരിച്ചു. എങ്ങനെയെങ്കിലും വെള്ളം അവിടെ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുക. ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളം എത്തിക്കാവുന്ന ഉറപ്പ് നൽകിയ ഉദ്യോഗസ്ഥർ ഇതുവരെ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പ്രതിഷേധ യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് സോമൻ അധ്യക്ഷനായിരുന്നു. CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KP അജയഘോഷ്, PG അശോക് കുമാർ, വാർഡ് മെമ്പർ മോൾജി രാജേഷ്, വിജയൻ വാഴപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന 50ഓളം കുടുംബങ്ങൾ ഒപ്പിട്ട പരാതിയും അസിസ്റ്റന്റ് എഞ്ചിനീയറിന് CPIM ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് സോമൻ നൽകി. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടങ്ങറ ചെറുകാപ്പ് പുതുവൽ നിവാസികളുടെ ധർണാ സമരം. വാർഡ് നിർണയത്തിന്റെ ഭാഗമായി അംഗീകരിച്ച കരട് നിർദ്ദേശത്തിൽ മാറ്റം വരുത്തുവാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഈ ആശുപത്രി ഒരു വീടായിരുന്നു, മുൻവശം കണ്ടമായിരുന്നു. അത് ഈ ആശുപത്രി പഞ്ചായത്ത് ഒരു കെട്ടിടമായിരുന്നു, 2 നില കെട്ടിടമായിരുന്നു. അത് ഇവിടെ എല്ലാം പുരോഗമിച്ചു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 2 കടന്നു വേണം ഞങ്ങൾക്ക് അക്കരെ പോകാൻ, 8-ാം വാർഡിലോട്ട് പോകാൻ. ഞങ്ങൾ 7-ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് വണ്ടി മാത്രമേ ഉള്ളൂ, വഴിയില്ല, കടത്തു വെള്ളമില്ല. ഞങ്ങൾ പിന്നെ എങ്ങനെ അക്കരയ്ക്ക് പോകും? 8-ാം വാർഡിലോട്ട് പോകും. ഒരാൾ തോട്ടിൽ വീണ് മരിച്ചു, പതച്ച് കയറി. ഞങ്ങളും പതച്ചാൽ ഞങ്ങൾക്ക് അക്കരയ്ക്ക് ചെല്ലാൻ ഒക്കുമോ? അതുകൊണ്ട് ഞങ്ങളെ 7-ാം വാർഡിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. കിടങ്ങറ ചെറുകാപ്പ് പുതുവൽ പട്ടികജാതി നഗറിനെ ആലപ്പുഴ ചങ്ങനാശ്ശേരി ബോട്ട് സർവീസ് നടക്കുന്ന തോടിന് തെക്കേക്കരയിലെ 8-ാം വാർഡിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വാർഡ് പുനർനിർണയത്തിനായി ഗ്രാമപഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ച കരട് നിർദ്ദേശത്തിൽ ഈ പ്രദേശം 7-ാം വാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കരട് നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചതാണെന്നും അതിൽ മാറ്റം വരുത്തുന്നത് ചട്ടലംഘനമാണെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CV രാജീവ്, മധു ജനാർദ്ദനൻ, G സൂരജ് എന്നിവർ സമരക്കാർക്ക് പിന്തുണയുമായി എത്തി. ഭരണ സംവിധാനം ദുരുപയോഗം ചെയ്ത് ചെറുകാപ്പ് പുതുവൽ പ്രദേശത്തെ ഒറ്റപ്പെടുത്തി അവഗണിക്കുവാനുള്ള നീക്കത്തെ നിയമപരമായി നേരിടുമെന്ന് CV രാജീവ് പറഞ്ഞു. വെളിയനാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും അവികസിതമായ പ്രദേശമാണ്. തൈപ്പറമ്പ് തെക്ക് പാടശേഖരത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് പിന്നെ വള്ളമായിരുന്നു ആശ്രമമായിട്ടുള്ളത്. അത്രമാത്രം ദുരിതം പിടിച്ച ആ ഒരു പ്രദേശത്തിൻ്റെ വികസനം സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന 7-ാം വാർഡിൻ്റെ ഭാഗമായി തന്നെ തുടർന്നാലേ സാധിക്കുകയുള്ളൂ. കാരണം 7-ാം വാർഡിലെ കൂത്തപ്പള്ളി കോളനിയിൽ നിന്നും ആരംഭിക്കുന്ന റോഡാണ് ചെറുകാപ്പ് പുതുവൽ പ്രദേശത്ത് ചെന്ന് കയറേണ്ടത്. അതിൻ്റെ ഒരു 3/4% പണി ഏകദേശമായിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ആ ശതമാനം നിർമ്മാണ പ്രവർത്തനങ്ങളൂടെ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ 7-ാം വാർഡിലെ മെമ്പറായി വരുന്ന ജനപ്രതിനിധി, 7-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി ശ്രമിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ വെളിനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് വെളിനാട് ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഈ പഞ്ചായത്തിലെ 13 വാർഡുകൾ സന്ദർശിച്ച് ഡീലിമിറ്റേഷൻ കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. കരട് രേഖ സമർപ്പിച്ചു. ആ കരട് രേഖയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം നിലവിലെ വെളിനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലെ 7-ാം വാർഡിൽ തന്നെയാണ് ചെറുകാപ്പ് പുതുവൽ പ്രദേശത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ആദ്യ ഫിഷ് മെയ്ഡ് ഓൺലൈൻ ഹോം ഡെലിവറി പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. വടവാതൂരിൽ തീരദേശ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. മത്സ്യം ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയോടെ ജനങ്ങൾക്ക് നൽകുമെന്ന് മന്ത്രി. ന്യായമായ വിലയ്ക്ക് വിൽക്കുക വഴി കൂടുതൽ ബിസിനസ്സും കുറഞ്ഞ ലാഭവുമാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. 14 ജില്ലകളിലും 50 സെന്ററുകൾ ആരംഭിക്കും. എല്ലാ പഞ്ചായത്തിലും വിഷമില്ലാത്ത ഫ്രഷ് മീൻ എത്തിക്കും.
ഇതുവഴി നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാവും. എല്ലാ സെന്ററുകളിലും ക്വാളിറ്റി പരിശോധനാ സംവിധാനവും വില വിവര പട്ടികയും പരാതി രജിസ്ട്രേഷൻ സംവിധാനവും ഉണ്ടായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ മാർക്കറ്റിംഗ് സിസ്റ്റം കേരളത്തിൽ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ജോലി നൽകണമെന്ന ലക്ഷ്യത്തോടാണ്. അതിൻ്റെ ഭാഗമായി ആദ്യമായി ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തീരദേശ വികസന കോർപ്പറേഷൻ്റെ മുൻകൈയോടെ സ്വകാര്യ പങ്കാളിത്തത്തോടെ കേരളത്തിൽ ആരംഭിക്കുന്ന ഒരു സംരംഭമാണ് ഈ സംരംഭം. കേരളത്തിലെ 14 ജില്ലകളിൽ ആരംഭിക്കും. 14 ജില്ലകൾ ഏതാണ്ട് 50 സെന്ററുകൾ ഒരു വർഷത്തിനകത്ത് തുടങ്ങാനാണ് ലക്ഷ്യം. ചടങ്ങിൽ ഫിഷ് മെയ്ഡ് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ PI ഷെയ്ഖ് പരീദ് അധ്യക്ഷത വഹിച്ചു. തദ്ദേശ കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള ഫിഷ് പ്രോസസിംഗ് സെന്ററിൽ ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം വടവാതൂർ ഫിഷ് പ്രോസസിംഗ് സെന്ററിൽ എത്തിച്ച് വൃത്തിയാക്കി പാക്ക് ചെയ്താണ് മീൻ ആവശ്യക്കാർക്ക് എത്തിക്കുന്നത്. ചടങ്ങിൽ സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ചെറിയാൻ കുരുവിള, ബ്രാൻഡിംഗ് മീഡിയ പാർട്ണർ ജൂബി കുരുവിള, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക വേദിയുടെയും വിവിധ കർഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ബജറ്റ് രേഖ കത്തിക്കലും പ്രതിഷേധ കൂട്ടായ്മയും നടന്നു. കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ച് ദേശീയതലത്തിൽ 152 കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ഭാഗമായാണ് ചങ്ങനാശ്ശേരിയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരം കർഷകവേദി പ്രസിഡന്റ് VJ ലാലി ഉദ്ഘാടനം ചെയ്തു. ഏത് ഗവൺമെന്റ് മാറി വന്നാലും നിയമപരമായ ബാധ്യതയായി അവർക്ക് മാറത്തക്ക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന് കഴിയേണ്ടുന്ന തരത്തിലുള്ള ഒരു നിയമപരമായ അടിസ്ഥാനം ആ പ്രക്രിയയ്ക്ക് ലഭ്യമാകാൻ നമുക്ക് കഴിയേണ്ടിയിരുന്നു. അതാണ് പ്രാധാന്യമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഒരു കാര്യമേ ബജറ്റിൽ പറയുന്നില്ല. കേരളത്തിലെ കർഷകനെ മൈൻഡ് ചെയ്യുന്നതിൽ ഇവിടെ പറഞ്ഞു റബ്ബറിന്റെ ആവർത്തന കൃഷിക്കുള്ള ആനുകൂല്യങ്ങൾ 1.25 ലക്ഷം രൂപയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്നത് 25,000 രൂപയാണ് ആവർത്തന കൃഷിക്കുള്ള. എന്താണ് ഈ വ്യത്യാസമെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഇന്ത്യയിലെ ജനം തന്നെയല്ലേ കേരളത്തിലെ ആളുകൾ ഇവിടെ റബ്ബർ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ട് അവന് കൊടുക്കണ്ട എന്നുള്ളതാണോ സമീപനം? യോഗത്തിൽ ബാബു കുട്ടൻചിറ അധ്യക്ഷനായി. മിനി കെ ഫിലിപ്പ്, സെബാസ്റ്റ്യൻ മാത്യു, സൈബി അക്കര, സാബു തോട്ടുങ്കൽ, ജസ്റ്റിൻ ബ്രൂസ്, മാത്തുക്കുട്ടി മൂലയിൽ, റീത്താമ ഒറ്റക്കൊമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. റബ്ബർ ഉത്തേജക ഫണ്ടിന് പണം വകയിരുത്തുക, നെല്ല് സംഭരണത്തിനായി റിവോൾവിംഗ് ഫണ്ടിന് വിഹിതം അനുവദിക്കുക, വന്യജീവി ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണത്തിന് പ്രത്യേക ഫണ്ട് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും കൂട്ടായ്മ ഉന്നയിച്ചു. രജിസ്ട്രേഷൻ നടപടികൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസിലും സൗഹൃദ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കോട്ടയം ജില്ലയിലെ സബ് രജിസ്ട്രാർമാരുടെയും രജിസ്ട്രേഷൻ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനപ്രതിനിധികളടക്കം സൗഹൃദ സമിതികളിൽ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഓഫീസിലെത്തുന്നവർക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുവാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. സർക്കാർ പ്രഖ്യാപിച്ച സെറ്റിൽമെന്റ് പദ്ധതികൾ ഫലപ്രദമാക്കുവാൻ ജീവനക്കാർ പരിശ്രമിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗം വിളിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ചില കാര്യങ്ങൾ വിലയിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഭാഗമായിട്ടാണ് ജില്ലാ രജിസ്ട്രാർമാർ വരെയുള്ളവരും നമുക്ക് കൊണ്ടുവന്ന് നടത്തുകയും വകുപ്പിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ സബ് രജിസ്ട്രാർമാരുടെ യോഗം രാജ്യമായിട്ടാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ കോട്ടയം റെസ്റ്റ് ഹൌസിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ 23 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരും ജില്ലാതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ ശ്രീധന്യ സുരേഷ്, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ KC മധു, ജില്ലാ രജിസ്ട്രാർ ജനറൽ AB ജോർജ്, ഓഡിറ്റ് വിഭാഗം ജില്ലാ രജിസ്ട്രാർ ആശ ജോസ് എന്നിവർ പങ്കെടുത്തു. വേമ്പനാട് കായൽ പുനരുജ്ജീവനവും സംരക്ഷണവും ലക്ഷ്യമിട്ടുള്ള പ്ലാസ്റ്റിക് വിമുക്ത വേമ്പനാട് ക്യാമ്പയിന്റെ 2ാം ഘട്ടം ആലപ്പുഴ ജില്ലയിൽ ഫെബ്രുവരി 7-ന് നടക്കുമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു. ക്യാമ്പയിന്റെ 2ാം ഘട്ടത്തിൽ അരൂർ, എഴുപുന്ന, കോടംതുരുത്ത്, കുത്തിയതോട്, പട്ടണക്കാട്, കടക്കരപ്പള്ളി, തുറവൂർ, വയലാർ, പുളിങ്കുന്ന്, നീലമ്പേരൂർ, കാവാലം, ചമ്പക്കുളം, നെടുമുടി, വെളിയനാട്, രാമങ്കരി, മുട്ടാർ, എടത്വ, തലവടി, തകഴി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് മെഗാ ക്ലീനിംഗ് നടക്കുക.
വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ 31 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് വിമുക്ത വേമ്പനാട് മെഗാ ക്യാമ്പയിൻ നടന്നുവരികയാണ്. ഒന്നാം ഘട്ടമെന്ന നിലയിൽ ആലപ്പുഴ, ചേർത്തല എന്നീ നഗരസഭകളിലും അരൂക്കുറ്റി, പാണാവള്ളി, പെരുമ്പളം, തൈക്കാട്ടുശ്ശേരി, ചേന്നമ്പള്ളിപ്പുറം, തണ്ണീർമുക്കം, മുഹമ്മ, മണ്ണഞ്ചേരി, ആര്യാട്, കൈനകരി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ തിരഞ്ഞെടുത്ത കായൽ ഭാഗങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ജനുവരി 18 നടന്ന ശുചീകരണ യജ്ഞത്തിൽ 12.73 ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് കായലിൽ നിന്നും നീക്കം ചെയ്തത്. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളിയും യൂണിഫോമുകളും വിതരണം ചെയ്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാർഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മിനി MCFകളിൽ അനായാസം എത്തിക്കുന്നതിനാണ് പഞ്ചായത്തിലെ 18 വാർഡുകളിലും പ്രവർത്തിക്കുന്ന ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളികൾ നൽകിയത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,50,000 രൂപ വിനിയോഗിച്ചാണ് ട്രോളികളും യൂണിഫോമുകളും ലഭ്യമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളുകൾ സന്ദർശിച്ചതിന്റെ ഭാഗമായി നമ്മുടെ 4 സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇന്നിവിടെ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ കേരള സംസ്ഥാനം മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള തീവ്ര യജ്ഞത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തും വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികളും അവരോടൊപ്പം ഹരിതകർമ്മ സേന പ്രവർത്തകരും നമ്മളുടെ ഘടക സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ട് സ്കൂളുകളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ മാന്നാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കുന്നതിന്റെ വലിയൊരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ശുചിത്വത്തിന്റെ ഭാഗമായി സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് അധ്യക്ഷയായിരുന്നു. സ്ഥിരം സമിതി അധ്യക്ഷരായ വത്സല ബാലകൃഷ്ണൻ, ശാലിനി രഘുനാഥ്, VR ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി ബോബി ഫ്രാൻസിസ്, മറ്റുദ്യോഗസ്ഥർ, ഹരിത കർമ്മസേന സെക്രട്ടറി ബിന്ദു, ഹരിത കർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാവാലം രംഭാമ്മ അനുസ്മരണം സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് കാവാലം തട്ടാശ്ശേരിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം തകഴി സ്മാരക സമിതി സെക്രട്ടറി KB അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേവലം 2ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു നാട്ടുമ്പുറത്തുകാരിയായ ഒരു അമ്മയെ അനുസ്മരിക്കാൻ 10-30 പേർ ഒത്തുചേരുന്നു. സംഘടിപ്പിക്കാൻ പുരോഗമന കലാസാഹിത്യ സംഘം പോലെ ഒരു കേരളത്തിലെ വലിയ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക സാഹിത്യ സംഘടന തയ്യാറാകുന്നു എന്നത് പറഞ്ഞത് ചെറിയ കാര്യമല്ല. പക്ഷേ രംഭാമ്മ എന്തുകൊണ്ടാണ് അനുസ്മരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓരോ മനുഷ്യ ജീവിതത്തിനും അവരുടേതായ ചില നിയോഗങ്ങൾ അവരവരുടെ ജീവിതത്തെ അവരുടെ പ്രതിഭ കൊണ്ടോ അവരുടെ ശേഷി കൊണ്ടോ അടയാളപ്പെടുത്തിയാണ് കടന്നു പോകുന്നത്. എന്നാൽ അങ്ങനെയൊന്നും അടയാളപ്പെടുത്താതെ ഒരു സാധാരണ മനുഷ്യനായി ജനിച്ച് ജീവിക്കുന്നവരാണ് ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്ന ഏതാണ്ട് ബഹുഭൂരിപക്ഷം പേര്. പലപ്പോഴും ഇത്തരം പ്രതിഭകളായി അവരോധിക്കപ്പെടുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ തലത്തിൽ ഉള്ളവരാണ്. പക്ഷെ വളരെ സാധാരണക്കാരായ മനുഷ്യനും അത്തരം തലത്തിലേക്ക് ഉയർത്തപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഉയർത്തപ്പെടാവുന്നതാണ്. അത് അവരുടെ ജീവിതം കൊണ്ട് അവർ സാധ്യമാക്കുന്ന ഒന്നാണ്. അങ്ങനെ സാധ്യമാക്കിയ ഒന്നാണ്. രംഭാമ്മ ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. രംഭാമ്മയോടൊപ്പം അസ്തമിച്ചു പോയത് ഒരു വലിയ ചരിത്രവും അറിവും ജ്ഞാനവും ഒക്കെയാണ്. കുട്ടനാടൻ കൃഷിപ്പാട്ടുകളുടെ പോറ്റമ്മയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കാവാലം രംഭാമ്മയുടെ 10ാമത് അനുസ്മരണമാണ് ഫെബ്രുവരി 4 ചൊവ്വാഴ്ച സംഘടിപ്പിച്ചത്. നാടൻ പാട്ടുകളിലൂടെ കുട്ടനാടൻ സംസ്കൃതിയും ജീവിതവും ലോകത്തിന് പരിചയപ്പെടുത്തിയ രംഭാമ്മ ഫോക്ലോർ അക്കാദമി പുരസ്കാരമടക്കം നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള പ്രതിഭയാണ്. 10ാമത് അനുസ്മരണ ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ MK ശിവപ്രസാദ് അധ്യക്ഷനായി. കുട്ടനാട് കലാ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം ഭാരവാഹി K സജി അനുസ്മരണ പ്രഭാഷണം നടത്തി. നാടൻപാട്ട് രംഗത്ത് സമഗ്ര സംഭാവന നൽകിയ തകഴി അമ്മിണിയമ്മയ്ക്ക് കാവാലം രംഭാമ്മ സ്മാരക പുരസ്കാരം ചടങ്ങിൽ സമ്മാനിച്ചു. പുകാസ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KC രമേശ് കുമാർ പുരസ്കാര സമർപ്പണം നടത്തി. കലാരംഗത്ത് പ്രതിഭ തെളിയിച്ചവരെ കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TT സത്യദാസ് ആദരിച്ചു. കുട്ടികളുടെ നാടൻപാട്ട് മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സുരേഷ് നിർവഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം PV രാമഭദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്യാംകുമാർ ശങ്കരൻ, പുകാസ ജില്ലാ വൈസ് പ്രസിഡന്റ് S ജതീന്ദ്രൻ, കുട്ടനാട് ഏരിയ പ്രസിഡന്റ് കുരുവിള തോമസ്, സെക്രട്ടറി V വിത്തവാൻ, സന്ധ്യ രമേശ്, CV സുരേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാകാരന്മാർ നാടൻപാട്ടുകൾ അവതരിപ്പിച്ചു.
കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് CPIM തലവടി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാരകത്രമുട്ടിൽ നിന്ന് കൈതത്തോടിലേക്ക് പ്രകടനം നടത്തി. CPIM തലവടി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TA അശോകൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബിനോയ് തോമസ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ MA അലക്സ് തോമസ്, CK രാജൻ, T സുരേഷ്, കൊച്ചുമോൾ ഉത്തമൻ, സുജി സന്തോഷ്, സമീർ സിംഗ്, അമ്പിളി എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ലിബിൻ സെബാസ്റ്റ്യൻ, CK പ്രസന്നകുമാർ, രാജി ബാബു, റോയി ഉമ്മൻ, CK സത്യദേവൻ എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം മാന്നാർ യൂണിയനിലെ 4965 നമ്പർ കുട്ടമ്പേരൂർ മുട്ടേൽ ശാഖാ ഗുരുക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുടെ 40ാമത് വാർഷികവും 12ാമത് മുട്ടേൽ ശ്രീനാരായണ കൺവെൻഷനും 7 മുതൽ 11 വരെ തീയതികളിലായി നടക്കും. പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകൾ, പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൺവെൻഷന്റെ ഉദ്ഘാടനം 7 വൈകിട്ട് 6:30 SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മാന്നാർ യൂണിയൻ ചെയർമാൻ KM ഹരിലാൽ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ യൂണിയൻ കൺവീനർ അനിൽ P ശ്രീരംഗം മുതിർന്ന ശാഖാ അംഗങ്ങളെ ആദരിക്കും. ശാഖാ കുരുക്ഷേത്രത്തിലെ 40ാമത് പ്രതിഷ്ഠാ വാർഷികവും 12ാമത് മുട്ടേൽ ശ്രീനാരായണ കൺവെൻഷനും 2025 ഫെബ്രുവരി മാസം 7-ാം തീയതി സമാരംഭിച്ച് 11-ാം തീയതി മഹാഘോഷത്തിലൂടെ സമാപിക്കുന്നതാണ്. അതിനകത്ത് കലാപരിപാടികൾ, പിന്നെ മുഖ്യമായിട്ട് പ്രഭാഷണങ്ങൾ, 3 കൺവെൻഷൻ, മഹാശാന്തി അവരുടെ വിശേഷ പൂജകൾ, അഖണ്ഡനാമം, ഇയാളുടെ പ്രത്യേക സംബന്ധിച്ച അഖണ്ഡനാമമുണ്ട്, ഭാഗവതപാരായണം, തിരുവാതിര, പ്രത്യേക കലാപരിപാടികൾ. 3 ദിവസം നമുക്ക് കൺവെൻഷൻ്റെ പ്രഭാഷണങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടിയാണ് ഈ വർഷം നമ്മൾ നടത്തിയിരിക്കുന്നത്. നമ്മൾ അന്നദാനം ചെയ്തിട്ടുണ്ട്. പ്രഭാഷണത്തിന് ശേഷം വൈകുന്നേരത്തേക്ക് ഭക്ഷണം ഉണ്ടായിരിക്കണം. പ്രതിഷ്ഠാ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ എന്നിവ നടക്കും. ഫെബ്രുവരി 11 ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് 1278 നമ്പർ കുരട്ടിശ്ശേരി ശാഖ ഗുരുക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന മഹാഘോഷയാത്ര യൂണിയൻ കൺവീനർ അനിൽ P ശ്രീരംഗം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യും. അഖണ്ഡ നാമജപം, ഭക്തിഗാനസുധ, വിശേഷാൽ പൂജകൾ, മഹാശാന്തി ഹവനം, കലശപൂജ, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഭാഗവത പാരായണം, സമൂഹ പ്രാർത്ഥന, സമൂഹ സദ്യ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. ശാഖാ പ്രസിഡന്റ് K വിക്രമൻ, വൈസ് പ്രസിഡന്റ് N ശിവദാസൻ, സെക്രട്ടറി D ശശീന്ദ്രൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കൻ വെളിയനാട് പുതുക്കുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 16ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭക്തിസാന്ദ്രം 5ാം ദിവസമായി ബുധനാഴ്ച രാവിലെ 11-ന് രുക്മിണി സ്വയംവരം നടന്നു. ഭാഗവത സപ്താഹയജ്ഞം 5ാം ദിവസമായ ബുധനാഴ്ച പുലർച്ചെ നിർമാല്യ ദർശനത്തോടെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചു. 6:30-ന് ഗണപതി ഹവനവും ഭാഗവത നമസ്കാരവും വിഷ്ണു സഹസ്രനാമ ജപവും നടന്നു. രാവിലെ 11-നായിരുന്നു രുക്മിണി സ്വയംവര ചടങ്ങുകൾ. ഭാഗവത സപ്താഹയജ്ഞത്തിന് ഓമനക്കുട്ടൻ പുള്ളിക്കണക്ക് യജ്ഞാചാര്യനും സുധി ഭാസ്കർ, സുരേഷ് കുമാർ, സനൽ നെടുമ്പന എന്നിവർ യജ്ഞ പൗരാണികരുമാണ്. ഫെബ്രുവരി 7 വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾ, മഹാപ്രസാദമൂട്ട് എന്നീ ചടങ്ങുകളോടെ സപ്താഹയജ്ഞം സമാപിക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7860 രൂപ, പവന് 62,880 രൂപ.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.